അല്ല, റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു റോഡായിരുന്നു. നമ്മൾ വളരെ കാലമായിട്ട് നമ്മളെല്ലാവരും ഈ ഏരിയയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളായാലും ശരി, കടക്കാരായി കഴിഞ്ഞാലും എല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു വികസനമാണത്. അത് ഞങ്ങളെല്ലാം ഹോൾ ഹാർട്ടഡ്ലി സപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ നീണ്ടുപോകുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല ആക്ച്വലി. ഞാനിതിൻ്റെ സർവേ മുതൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാനിവിടെ ഷോപ്പ് നടത്തുന്നത്. സർവേ നടക്കുന്നത് മുതൽ ഞാനിവിടെ ഉണ്ട്. എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്നതാണ്. എല്ലാം ടൈംലി ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വരിക. പക്ഷെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വരുമ്പോഴുള്ള ചില സാങ്കേതിക കുഴപ്പങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിൽക്കുന്ന പോസ്റ്റുകൾ മാറ്റുക എന്ന് പറയുമ്പോൾ KCBയുടെ പോസ്റ്റൊക്കെ വളരെ പെട്ടെന്ന് മാറ്റി. പക്ഷെ ഇപ്പോൾ കുറേ കേബിളുകൾ, ഈ ടെലികോമിൻ്റെ കേബിളുകൾ, ടാറ്റയുടെ, റിലയൻസിൻ്റെ ഇതൊക്കെ കേബിളുകളുടെ പോസ്റ്റുകൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ പോസ്റ്റുകൾ റിമൂവ് ചെയ്യാതെ വർക്കിന് പ്രോഗ്രസ് ചെയ്യാൻ കഴിയില്ല. ഇത് എത്ര ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഏതാണ്ട് ഒരു മാസമായിട്ട് ഈ കേബിളുകളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇത് റിമൂവ് ചെയ്യാതെ നടക്കത്തില്ല. അത് റിമൂവ് ചെയ്യുന്നതിന് ടൈംലി ആയിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള വിഷയം. പിന്നെ അതിൽ കൂടുതലും ഈ കുഞ്ഞു കേബിൾ കമ്പനികളാണ്. അവരുടെ കയ്യിൽ കാശ് കാണത്തില്ല, അവരതുകൊണ്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഒരാളെങ്കിലും എന്നെ ചെയ്ത് തീർക്കട്ടെ എന്നുള്ളതിൽ അവരും കിട്ടേക്കുന്നതാണ്. ഇതാണ് മെയിനായിട്ട് ഡിലേ ആവാനുള്ള പ്രശ്നം. ഇപ്പോൾ അപ്പുറത്തെ റോഡൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഇനിയിപ്പോൾ ഈ പില്ലേഴ്സ് ഇത് തമ്മിലുള്ള കണക്ഷനുള്ള ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഈ സാധനങ്ങൾ ടൈമിൽ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കടയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഈ പോസ്റ്റിങ്ങിന് നിൽക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വിഷയം. അതല്ലാതെ വേറൊരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് യാതൊരു തടസ്സവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദിവസവും ഈ വർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. ഇത് വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് വരവരെ ഈ സാങ്കേതികമായ വിഷയങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പറയുന്നത്. അത് സമയബന്ധമായി തീർന്നു കഴിഞ്ഞാൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ സഹകരിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. റോഡ് പണി നീളുന്നത് കൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്ഥിരം വരുന്ന ഒരാളാണ്, വഴുതക്കാട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് നിരന്തരം അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് റോഡ് ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിടേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു വഴി കൂടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റില്ല, പല വഴികളിലൂടെ കറങ്ങി തിരിഞ്ഞൊക്കെ വരേണ്ടി വരും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പണിയെ സംബന്ധിച്ചിടത്തോളം പണി നല്ല പണിയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ഭാവിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പണിയായതുകൊണ്ട് ചെയ്യുന്ന പണികളെല്ലാം ഭയങ്കരപ്പെട്ട പണികളാണ്. നല്ല സ്മാർട്ടായിട്ടുള്ള രീതിയിലാണ് പണികളൊക്കെ ചെയ്യുന്നത്. നല്ല ഹൈടെക് രീതിയിലാണ് ചെയ്യുന്നത്. കടക്കാർക്കൊക്കെ എന്ന് പറയുമ്പോൾ കടകൾ മിക്കവാറും ഒക്കെ റോഡിൻ്റെ സൈഡിലൊക്കെയാണ് മിക്കവാറും എല്ലാം ഉള്ളത്. അതൊക്കെ അടയ്ക്കേണ്ടി വരും. അടച്ചു കഴിഞ്ഞാൽ നാളെ റോഡ് വൈഡനിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതൊരു ഭയങ്കരപ്പെട്ട റോഡായി മാറും. ഏകദേശം തൈക്കാട് മുതൽ ഫ്ലൈ ഓവർ മുതൽ വെള്ളയമ്പലം വരെയുള്ള റോഡെന്ന് പറയുന്നത് ഭയങ്കരപ്പെട്ട റോഡായിരിക്കും. വളരെ പ്രയാസമുണ്ട്. ഈ റോഡ് പണി എത്രയും എളുപ്പം തീർത്തു തന്നാൽ വ്യാപാരികൾക്ക് കുറച്ചുകൂടെ ഗുണപ്പെടും. ഇല്ലെങ്കിൽ വളരെ പ്രയാസമാണ്. കച്ചവടം വളരെ കുറവ്, വാടക കൊടുക്കാൻ നിവർത്തില്ല, കറണ്ട് വെള്ളത്തിനൊന്നും അടയ്ക്കാൻ വളരെ പ്രയാസമാണ്. കച്ചവടം ആൾക്കാരൊന്നും വളരെ കുറവാണ് റോഡിൽ ഇറങ്ങണത് തന്നെയാണ്. റോഡ് പണി പെട്ടെന്ന് തീർത്തു തന്നാൽ വ്യാപാരികൾക്ക് കുറച്ചുകൂടെ മെച്ചമായിരിക്കും. ഇപ്പോൾ തുടങ്ങിയിട്ട് 2 മാസമായി. ഇനി ഈ കണ്ടിങ് പോയാൽ നമുക്ക് വളരെ വളരെ ബന്ധപ്പെടേണ്ടി വരും. പറയാം, ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ പണി തീർക്കുമെന്ന് പറഞ്ഞതല്ലേ, മാർച്ചിലും തീർന്നു പറഞ്ഞു, തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ മാസമെങ്കിലും തീർന്നു കഴിഞ്ഞാൽ വളരെ നല്ല. അല്ലാതെ റോഡ് പണി വളരെ ഭംഗിയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാൽ കൊള്ളാം. റോഡ് പണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വ്യാപാരികൾക്ക് ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഒന്നാമത് ബിസിനസ് മൊത്തത്തിലെ മോശമാണ്. അതിൻ്റെ റോഡ് പണിയോട് ആയപ്പോഴത്തേക്ക് ഒന്നും കൂടെ മോശമായി. പിന്നെ നമുക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഏകദേശം 1.5 മാസമുള്ളതായി ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കുഴിയെടുത്തിട്ടിരിക്കുന്നു. ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങൾ വ്യാപാരികൾക്കും ഉണ്ട്. കച്ചവടത്തെ ശരിക്കും ഇത് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുന്നില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, വ്യാപാരമേഖല മൊത്തത്തിലെ മോശമായിരുന്നു. അതിൻ്റെ കൂടി ഇതൂടെ ആയപ്പോഴത്തേക്ക് കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ആദ്യകാലങ്ങളൊക്കെ ഭയങ്കര പൊടിയായിരുന്നു. നമുക്ക് ഭയങ്കര വൈകുന്നേരം ആകുമ്പോഴത്തെ പൊടിയിട്ട് നമ്മൾ നിറയുമായിരുന്നു. ഇപ്പോൾ ഒരു പരിധിവരെ പൊടി കുറഞ്ഞിട്ടുണ്ട്. വികസനം എപ്പോഴും നല്ലത് തന്നെയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ കുറച്ച് അനുഭവിച്ചെങ്കിലേ അത് ശരിയാകത്തുള്ളൂ. അത് മനസ്സിലാക്കി നമ്മൾ സഹിക്കുന്നു. വർക്ക് ഒരുവിധം സ്പീഡ് തന്നെയാണ് നടക്കുന്നത്. കുറച്ചുകൂടെ സ്പീഡിലായിരുന്നു നമുക്ക് ഉള്ളവായിരുന്നു. അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ്. കുറേ കടകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യാപാരം ഒന്നാമത് കുറവായിരുന്നു. അതിൻ്റെ കൂടെ ആയപ്പോഴത്തേക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വന്ന് കാണുമായിരിക്കാം.
അല്ല ഓരോ സൈഡായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ അപ്പുറത്തെ സൈഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡ് കുറച്ച് ദിവസത്തേക്ക് അടച്ചിടേണ്ടി വരും. അത് കഴിഞ്ഞാൽ അതും കുറേ കഴിയുമ്പോൾ സ്മൂത്ത് ആകും, രണ്ടും കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. പിന്നെ ബാക്കി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ളതൊന്നും എനിക്കറിയില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഇത് വെച്ചുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അല്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്. ഷോപ്പിലൊക്കെ ഒരുപാട് ബിസിനസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ കൂടെ നിന്നല്ലേ പറ്റുള്ളൂ. ഇത് റോഡ് അതിൻ്റെതായ രീതിയിലാകുമ്പോഴത്തേക്ക് ആ ബിസിനസ് തിരിച്ചു പിടിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുകയാണ്. അല്ലാതെ ഒരു നിസ്സഹകരണവും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. റോഡിന്റെ വികസനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞത്. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് കൈകറി വെച്ചേക്കുകയായിരുന്നു. ഷോപ്പുകൾ, ഇങ്ങനെ ചില സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ ഉള്ള ഏരിയകൾ കൈകറി വെച്ചേക്കുകയായിരുന്നു. അത് ഈ ഷോപ്പിന്റെ ഈ റോഡിന്റെ അതിർത്തി തേടിപ്പോയി അവസാനം ഊരാളുങ്കിൽ തന്നെ അത് കണ്ടെത്തി. ചില കേസുകളിൽ കോടതി ഇടപെടലുകളുണ്ടായി. ആ ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കേണ്ടായി. നിങ്ങൾ നോക്കിയാൽ അറിയാം, വഴുതക്കാട് ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ജംഗ്ഷൻ ഭയങ്കരമായിട്ട് വലുതാവാൻ പോവുകയാണ്. അവിടെ ഒരുപാട് ഭൂമി പല ഭാഗങ്ങളിലുമായിട്ട് കൈകറി വെച്ചേക്കുന്നത്. അതെല്ലാം മാറി വരുന്നുണ്ട്. അത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം. അത് വലിയ കാര്യം തന്നെയാണ്. അത് ആരുടെ മിസ്റ്റേക്കാണ്, ആരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സംഭവം എന്തായാലും ക്ലിയർ ആവുന്നുണ്ട്. ആ ഒരു ഭാഗവും കൂടി ഇതിന്റെ കൂടെ കണ്ടേ പറ്റുള്ളൂ. കുറച്ച് മാസത്തേക്ക് 1-2 മാസത്തേക്ക് കൂടെ സഹിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും സഹിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇത് അതൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികളും അവരെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ആ പറച്ചിലൊന്നും ഒരു കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു റോഡ് ആകാശത്ത് വെച്ച് പണി ചെയ്ത് കൂടെ മൂട്ടിക്കൊണ്ട് ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ. പഴയ റോഡാകുമ്പോഴത്തേക്ക് ഈ റോഡിനല്ലേ നമ്മളൊരു പഴയ വീട് പൊളിച്ചു വെച്ചാലുള്ള സ്ഥിതി പൊളിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് ഈ റോഡിനെ സംബന്ധിച്ചുള്ളത്.